ഹലോ ഗൈസ്, ഒരു കൊറോണ കാലം, ലോക്ക്ഡൗൺ ആണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെയുള്ള ഏക ആശ്രയം സ്മാർട്ട് ഫോണാണ്. എന്നാൽ ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫ് ആയി അതും തീരുമാനമായി. എന്നാലോ ചാർജ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ കറണ്ടും ഇല്ല. അപ്പം എല്ലാം ശുഭം. ഏറെ നേരത്തെ കാത്തിരിപ്പിനോടെ വീട്ടിൽ കറണ്ട് വന്നു. മാധ്യം മരണ സന്തോഷത്തോടെ സ്വിച്ചിനടുത്തേക്ക് ഓടി മൊബൈൽ കേബിൾ പ്ലഗ് ചെയ്തു. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. മൊബൈൽ സ്ലോ ചാർജിങ്. നീ ചൂടായ എങ്ങനെ എന്തെങ്കിലും മൊബൈൽ സംഭവിച്ചാൽ ആകെ പ്രശ്നമാവും. തൽക്കാലം ഫോൺ അവിടെ വെച്ചു. തിരിച്ചു നടന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തിറങ്ങാനും പറ്റില്ല. എന്തു ചെയ്യും? തൽക്കാലം അവിടെയും കിടന്നിരുന്ന് 3 മണിക്കൂർ കഴിച്ചു കൂട്ടി. മനസ്സിൽ ഏകദേശം ധാരണ ഉണ്ടായിരുന്നു, ഒരു 45-55 3 മണിക്കൂർ വേണ്ട, ഏകദേശം അത്രയും ചെറുതുണ്ടാവും. അങ്ങനെ കഷ്ടിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ് മനസ്സിലുള്ള ധാരണയിലുള്ള ആ ശതമാനം വെച്ച് നേരെ ഫോൺ എടുത്ത് ഓടി. ഫോൺ നോക്കി, പക്ഷേ റിസൾട്ട് നേരെ മറിച്ചായിരുന്നു. എന്നാൽ മൊബൈൽ അപ്പോഴും സ്വിച്ച് ഓഫാണ്. എന്താണ് പറ്റിയെന്നുള്ള ടെൻഷനിൽ നേരെ മേപ്പോട്ട് നോക്കിയപ്പോൾ അവിടെയാണ് പ്രധാനമില്ല. എന്തെന്നല്ലേ? സ്വിച്ച് ഓഫ്. മൊബൈലിലെ ചാർജിങ്ങിൽ ഉള്ള സ്വിച്ച് ഓഫ് ആയിരുന്നു ഗൈസ്. അത് ഓൺ ചെയ്താലല്ലേ ചാർജ് കയറുള്ളൂ. തനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. നീ മൊബൈൽ പ്ലഗ് ചെയ്തു, ഇനി സ്വിച്ച് ഓണാക്കാൻ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ വരുമോ എന്നുള്ള ഭാവത്തിൽ സ്വിച്ച് ബോർഡ് നിന്നു. അപ്പം എല്ലാം ശുഭം. രണ്ടാമത് ചാർജ് ഓണാക്കി. ഇനി അടുത്ത 3 മണിക്കൂർ പിന്നെയും കാത്തിരിക്കണം. എന്തല്ലേ? അപ്പോൾ ഗൈസ്, ഇതേപോലെയുള്ള അനുഭവമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.